ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആലുവയിലാണ്. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ട്രെയിൻ കിട്ടിയില്ല 5:45. അപ്പോൾ ബസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ്റെ ഒരു ആനയൂട്ട്. ഇവിടെ ഒരു അടുത്തൊരു ചെറിയൊരു അമ്പലമുണ്ട്, ചെരുക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആനയൂട്ട് ഉണ്ട്. നമ്മുടെ വി.ഡി. സതീശൻ ആനയൂട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വി.ഡി. സതീശൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീടെന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീട്, ആലുവയുടെ വീട്. വേറൊരു വീടുണ്ട്, അതല്ല, അത് ഓഫീസും കൂടിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടാണ് കേട്ടോ. വി.ഡി. സതീശൻ്റെ ഭാര്യ വീടാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത്, ഇതിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കാണാനൊക്കെ, പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ചെരുക്കണ്ടക്കാവ് ഭഗവതി ക്ഷേത്രം, അങ്ങോട്ടാണ്. അവിടെ ഇന്ന് 9 മണിക്കെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആനയൂട്ടുണ്ടാവും. നമ്മൾ ആ ആനയൂട്ടിൻ്റെ വീഡിയോ എടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഇറങ്ങി മറന്നു പൊറോട്ട ഇറങ്ങിക്കണം. സാറേ ചില
നമ്മുടെ ലക്ഷ്മണ വളരെ ഗുണം കിട്ടും. തമാശ ചേച്ചി ഒന്ന് സൈഡാക്കോ. ഇറങ്ങിക്കണം സാറേ സാറേ ഇറങ്ങിക്ക് മോനെ മോനെ ഇറങ്ങിക്കണം ഇറങ്ങിക്ക് കൈയെടുക്കാൻ പറ്റില്ല ഇതിലിപ്പോ ഒരാൾ സമയമില്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് കൊടുത്ത് നിർവഹിക്കുന്നതായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട MLA, മറ്റ് ജനപ്രതിനിധികളെ, ട്രസ്റ്റിന്റെ ഭാരവാഹികളെ, ഭക്തജനങ്ങളെ, വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് കർക്കിടക മാസത്തിൽ കിളികണ്ടത്ത് ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ ഗജയൂട്ടിൽ പങ്കെടുക്കാനും കാരുണ്യ ട്രസ്റ്റ് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും വേണ്ടി ഇവിടെ എത്തിയത്. വളരെ അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാനിവിടെ ട്രസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും നന്നായി മുന്നോട്ട് പോകാൻ, ഒരുപാട് ആളുകളെ സഹായിക്കാൻ എല്ലാം ദേവിയുടെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ചികിത്സാ സഹായം സ്പോൺസർ ചെയ്യുന്ന ലൂമിന ടെക്നോ ലാബിന്റെ ഡയറക്ടേഴ്സായ രാഹുൽ സാർ, രവി സാർ, സൂര്യ സാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ KJ രവീശിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.